അതെ, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് ആ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെ ഒരു മോട്ടീഫ് ചെയ്യാം, അതിന് കൂടുതലായിട്ട് എന്തൊക്കെ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്, ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ടൂളുകളും ഇതിന് വേണം കേട്ടോ. അതിൻ്റെ പുറമെ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതാണ് കാർബൺ പേപ്പർ അഥവാ അച്ചടി പേപ്പർ. ഇത് നീല ഉണ്ടാവും, കറുപ്പ് ഉണ്ടാവും, മഞ്ഞ ഉണ്ടാവും, അതേപോലെ വെള്ളയും ഉണ്ടാവും. സാധാരണയായിട്ട് കറുപ്പ് അതേപോലെ ബ്ലൂ ഈ രണ്ട് കളറ് നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ പൊതുവേ. കാരണം അതിൻ്റെ ഈ ബാക്ക് വശത്തുള്ള മഷി കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ അത് പരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് പരണ്ടാൽ നമുക്കത് വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത് കേട്ടോ. പിന്നെ ഇതേപോലത്തെ മഞ്ഞ കാർബൺ പേപ്പറാണ് നമ്മൾ പൊതുവേ ലൈറ്റ് കളറായിട്ടുള്ള ക്ലോത്തുകളിലൊക്കെ യൂസ് ചെയ്യുക. ഇനി ഡാർക്ക് കളർ ക്ലോത്തുകളിലൊക്കെ ഈ വൈറ്റ് കാർബൺ പേപ്പർ ആട്ടോ യൂസ് ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ ഇത് ബ്ലാക്ക് ക്ലോത്ത് ആയതുകൊണ്ട് ഇതിൽ വൈറ്റ് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് കൈ കൊണ്ട് വരച്ചു കൊടുക്കുക, പെൻസിലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലത്തെ ജെൽ പെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് വരച്ചു കൊടുക്കുക. ഇനി വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇതേപോലെ പ്രിൻ്റ് എടുത്ത ഡിസൈൻ ഉണ്ടാവില്ലേ, ഇത് നമ്മൾ ഈ കാർബൺ പേപ്പർ വെച്ചിട്ട് അച്ചടിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഡിസൈൻ ഞാൻ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കഫേയിൽ പോയിട്ട് പ്രിൻ്റ് എടുപ്പിച്ചതാണ്. ഇനി ഇതേപോലെ ഒരു പേപ്പറിൽ 2 ഡിസൈനായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് കിട്ടും. ഇനി അതല്ല ഇതിനേക്കാളും ചെറിയ ഡിസൈൻ ആണെങ്കിൽ ഒരു പേപ്പറിൽ 4 ഡിസൈൻ വരെ അവർ ചെയ്തു തരും കേട്ടോ. ഈ ഡിസൈന് നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് മോഡലിലുള്ള സ്റ്റിച്ചുകൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റിച്ച് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡിസൈൻ ആണോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ പൈസ കൊടുത്ത് പ്രിൻ്റൊക്കെ എടുപ്പിച്ചിട്ട് അത് വെറുതെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സ്റ്റിച്ചിന് ആപ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതേപോലെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ 2 ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിലെ ഈ ഒരു ആപ്പിൾ മാത്രം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിന് ആദ്യം നമ്മൾ ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഈ അച്ചടി പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ട്രേസ് ചെയ്യേണ്ട ഡിസൈൻ വെക്കുക. ഈ ഡിസൈൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ക്ലോത്തിൽ ഈ 4 സൈഡിലേക്കുള്ള ഗ്യാപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതായത് ഡിസൈൻ സെൻറ്ററിൽ വരണം. കാരണം എന്താണ്, നമ്മൾ ഇതേപോലെ എംബ്രോയ്ഡറി ഫ്രെയിം വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഫ്രെയിമിൻ്റെ അറ്റങ്ങൾ കഴിഞ്ഞിട്ട് 4 ഭാഗത്തേക്കും തുണി കിടക്കണം. അല്ലെങ്കിൽ നമ്മൾ തുന്നുന്ന സമയത്ത് തുണി ലൂസായി പോകും, ഈ ഫ്രെയിം എന്ന് വിട്ടുപോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഈ ഫ്രെയിമിൻ്റെ 4 ഭാഗത്തും തുണി എക്സ്ട്രാ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഡിസൈന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. വരയൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കുക. കാരണം തുന്നി കഴിയുമ്പോൾ അത് പുറത്തേക്ക് നിൽക്കരുത്, വര പിന്നെ കാണരുത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലീഫിൻ്റെ ഇതേപോലെയുള്ള വരകളൊന്നും വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു ലൈന് മാത്രമേ ലീഫിനൊക്കെ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഞാൻ ലീഫ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഇനി ഇത് ഫ്രെയിമിൽ സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഫ്രെയിമിൻ്റെ ഒരു ഭാഗം ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഡിസൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇത് വെക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളിത് ഫ്രെയിമിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുന്നുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം കേട്ടോ.